ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വാല്യൂ ഓഫ് ടൈം, സമയം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാത്ത ഒന്നാണ് സമയം. പണമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷേ സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് ഈ സമയവും ഈ നിമിഷമാണ്. അതുകൊണ്ട് നമുക്ക് പണം കത്തിക്കാം. താങ്ക് യു. പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരവും ലളിതവും അതേപോലെ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതുമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. അതാണ് സൗഹൃദബന്ധം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം നമുക്ക് ഫേവറബിളായിട്ട് തോന്നുന്ന നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം കൂട്ടിച്ചേർന്ന്. Good morning to all. Our respected class teacher Dariana and all my dear friends. Today I would like to say a few words about the power of words. Words have an extraordinary power to shape our world. Words can sometimes be used as a force or a powerful tool according to one's circumstances. Words possess immense power to build or destroy, heal or harm. The speech said by Mark Antony and the play of William Shakespeare shows us how words can influence people's thoughts, actions and perspectives. So think twice before speaking something, because one step cannot be reversed again. Thank you. പറയാൻ പോകുന്നത് സത്യസന്ധതയെക്കുറിച്ചാണ്. സത്യസന്ധത എന്നാൽ സത്യം പറയുക അല്ലെങ്കിൽ ശരിയായ കാര്യം ചെയ്യുക എന്നതാണ്. ഇത് നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും സമൂഹത്തിലും വിശ്വാസവും ആദരവും നൽകാൻ സഹായിക്കുന്നു. സത്യസന്ധത എന്നത് വിചാരങ്ങളിലും വാക്കുകളിലും പ്രവർത്തികളിലും ആത്മാർത്ഥതയും നേരും പുലർത്തുന്നതാണ്. റെസ്പെക്ട്, ബഹുമാനം. ബഹുമാനം എന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട മൂല്യങ്ങളിൽ ഒന്നാണ്. ബഹുമാനം മറ്റൊരാളുടെ വിലയും വ്യക്തിത്വവും അംഗീകരിക്കുന്ന മനോഭാവമാണ്. നമ്മിൽ നിന്നും വ്യത്യസ്തരായവരായാലോ, പ്രായം, സ്ഥാനം, മതം, ഭാഷ എന്നിവയിൽ നിന്നും വ്യത്യാസമുള്ളവരായാലോ മനുഷ്യരെന്ന നിലയിൽ അവരെ ആദരിക്കുക. അതാണ് യഥാർത്ഥ ബഹുമാനം. ബഹുമാനം ഒരു പെരുമാറ്റമല്ല, അതൊരു ജീവിതശൈലിയാണ്. ഗാന്ധിജിയുടെ വാക്കുകളിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോഴാണ് നമ്മുടെ മനുഷ്യത്വം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലി നമുക്ക് സൃഷ്ടിക്കാം. ഇവിടെ പറയാൻ പോകുന്നത് ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ജലം ജീവന്റെ അടിസ്ഥാനമാണ്. കുടിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഒക്കെ വെള്ളം അത്യാവശ്യമാണ്. മരങ്ങൾക്കും മൃഗങ്ങൾക്കും പോലും നിലനിൽക്കാൻ വെള്ളം അത്യാവശ്യമാണ്. നമ്മുടെ ലോകത്ത് ശുദ്ധജലം ലഭിക്കാത്ത പല സ്ഥലങ്ങളുമുണ്ട്. അതിനാൽ ഒരു വെള്ളം പോലും പാഴാക്കാതിരിക്കുക. ഞാൻ പറയാൻ പോകുന്ന അച്ചടക്കത്തെ കുറിച്ചാണ്. അച്ചടക്കം നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യപ്പെട്ട ഒരു ഗുണമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ അച്ചടക്കം പാലിക്കണം. അച്ചടക്കമുള്ള ജീവിതം നമുക്ക് ലക്ഷ്യബോധം നൽകുന്നു. അത് നമ്മെ നല്ല വിജയത്തിലേക്ക് നല്ല ഭാവിയിലേക്ക് നയിക്കും. അച്ചടക്കമില്ലാത്തൊരു ജീവിതം നമുക്ക് വഴിതെറ്റിയ യാത്ര പോലെയാണ്. താങ്ക് യു. വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് അറിവ് നേടുക എന്നത്. അതിന് ഏറ്റവും നല്ല മാർഗം വായനയാണ്. പുസ്തകത്തിനോട് ചങ്ങാത്തം കൂടുന്നതിലൂടെ നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കാം. വായന നിത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. വായന എന്നാൽ അറിവിന്റെ അക്ഷരമാണ്. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. അറിവ് നേടുന്നതിനും ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നതിനും വായന നമ്മെ വളരെയധികം സഹായിക്കുന്നു. അതുകൊണ്ട് വായന ഒരു ശീലമാക്കി